വിശ്വസിക്കുന്നു. നോക്കിക്കോളൂ, അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രഷർ ഇവിടെ കൊടുത്തപ്പോൾ അതിൽ സിയുടെ ഇത്രയും എമൗണ്ട് സോല്യൂബിളായി, എന്നാൽ ബിയുടെ ഇത്രയും എമൗണ്ട് സോല്യൂബിളായി, എന്നാൽ എയുടെ ഇത്രയും എമൗണ്ട് സോല്യൂബിളായി. അപ്പം ഇവിടെ നിങ്ങൾ നോക്കി, ഇതിനകത്ത് ആദിത്യയോടാണ് ചോദിക്കുന്നത്. ആദ്യം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സോല്യൂബിൾ ആയിട്ടുള്ളത് ഏത് ഗ്യാസ് ആദിത്യ? എ ആണ് സർ. എ ആണ് അല്ലേ? കാരണം നമുക്കറിയാം ഇത്രയും പ്രഷർ കൊടുത്ത സമയത്ത് എയുടെ ഇത്രയും മോൾ ഫ്രാക്ഷൻ ആണ് അതിനകത്ത് സോല്യൂബിൾ ആയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് സോല്യൂബിൾ ആയിട്ടുള്ളത് ആദിത്യ? സി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഇത് കിട്ടത്തില്ലേ, നമുക്ക് പി കൈ, അതായത് പാർഷ്യൽ പ്രഷർ കൈ തമ്മിലുള്ള ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? ആദിത്യ പറഞ്ഞു, സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? പാർഷ്യൽ പ്രഷറിന്റെയും മോൾ ഫ്രാക്ഷന്റെയും ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? ആദിത്യ പറഞ്ഞു. സാർ മനസ്സിലായില്ല. അതായത് പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ഗ്രാഫ് അല്ലേ നമ്മൾ വരച്ചിരിക്കുന്നത്? യെസ് സർ. അതിന്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. കഴിഞ്ഞ ഫസ്റ്റ് ഗ്രാഫ് വരച്ചപ്പോൾ പറഞ്ഞത് സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? കെ എച്ചിന്റെ വാല്യൂ ആണ് കിട്ടുന്നത്. ശരിയല്ലേ? അതെ സർ. അതായത് കെ എച്ച് എന്ന് പറയുമ്പോൾ ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ വീണ്ടും ആദ്യമായിട്ട് തന്നെ ചോദിക്കുകയാണ്, ഇതിനകത്ത് സ്ലോപ്പ് കൂടുതൽ ആർക്കാണ് ആദിത്യ? എ. സ്ലോപ്പ് കൂടുതലോ? എക്കാണോ ബിക്കാണോ സിക്കാണോ? നോക്കിയേ, ഇവിടെ ഒരു ബോൾ വെച്ചാൽ ഉരുണ്ട് വരുന്നതാണോ ഏറ്റവും പെട്ടെന്ന് ഉരുണ്ട് വരുന്നത് കേസ്, അല്ലെങ്കിൽ ഇവിടെയാണോ അല്ലെങ്കിൽ ഇവിടെയാണോ? എവിടെ വെച്ചാലാണോ ഒരു ബോൾ വെച്ചാൽ പെട്ടെന്ന് ഉരുണ്ട് വരിക? സി ആണ്. അപ്പൊ സ്ലോപ്പ് കൂടുതൽ സിക്കല്ലേ, അതുകൊണ്ടല്ലേ പെട്ടെന്ന് ഉരുണ്ട് വരുന്നത്? അതെ സർ. ഓക്കെ, അപ്പൊ സ്ലോപ്പ് കൂടുതൽ സിക്കാണ്. സ്ലോപ്പ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്തുവാ? സിയുടെ ഹെൻറീസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടുതലാണെന്ന് അതിനൊരു വേറൊരു അർത്ഥം കൊണ്ടില്ലേ? അതെ സർ. അപ്പൊ ഹെൻറീസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അതിന് സോലുബിലിറ്റി കൂടുതലാണോ കുറവാണെന്നാണോ ഇപ്പൊ കണ്ടുപിടിച്ചത്? സോലുബിലിറ്റി കുറവ്. അപ്പൊ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തണം. അതായത് ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹെൻറീസ് കോൺസ്റ്റന്റ് കെ എച്ച് ആണ് അല്ലേ? സ്ലോപ്പ് കൂടുതൽ ഇവിടെ സിക്കാണ്, പക്ഷേ സോലുബിലിറ്റി ഏറ്റവും കുറഞ്ഞത് ഇവിടെ സിക്ക് തന്നെയാണ്. അപ്പം നമുക്ക് ആ സോലുബിലിറ്റിയും ഹെൻറീസ് കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷനിലെത്താം. നമുക്ക് എന്താണ്? കെ എച്ച് കൂടിയാൽ സോലുബിലിറ്റി കുറയും, കെ എച്ച് കുറഞ്ഞാൽ സോലുബിലിറ്റി കൂടും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താം ഇല്ലേ? അപ്പം ഇത് സ്ലോപ്പ് എന്ന് എഴുതി കെ എച്ച് എന്ന് എഴുതി താഴോട്ട് 3 ഡോട്ട് ഇടുക. ഈ ഗ്രാഫ് ഇങ്ങനെ വരച്ചിട്ട് 3 ഡോട്ട് ഇട്ട് എഴുതുക. വാല്യൂ ഓഫ് കെ എച്ച് ഡിപ്പെൻസ് on the nature of gas dissolved in solvent ആണല്ലോ. നമ്മളിപ്പോൾ അതിനനുസരിച്ച് പറഞ്ഞത് കെ എച്ചിന്റെ വാല്യൂ കൂടി നിന്നപ്പോൾ സോലുബിലിറ്റി കുറഞ്ഞു. അപ്പോൾ ഉറപ്പായിട്ടും കെ എച്ചിന്റെ വാല്യൂവിനെ ആ സോലുബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് കെ എച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ സോൾവെന്റ്. അടുത്തത് നമുക്ക് ഒരു ചോദ്യമായിട്ട് തന്നെ വയ്ക്കാം. വിച്ച് ഓഫ് ദ നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദീസ് ഗ്യാസസ് ഹാവ് ഗ്രേറ്റർ solubility for a particular partial pressure. ഏതിനായിരിക്കും? ഒരു പർട്ടിക്കുലർ പാർഷ്യൽ പ്രഷറിൽ ഏറ്റവും കൂടുതൽ സോലുബിലിറ്റി ഏതിനായിരിക്കും ആദിത്യ? പറഞ്ഞ ആദ്യ. എ സർ. അപ്പൊ അതിന്റെ ആൻസർ എ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം. അപ്പം ഒരു ഡോട്ട് ഇട്ടിട്ട് കൺക്ലൂഷൻ എന്നും കൂടെ എഴുതിക്കോ. കൺക്ലൂഷൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? സോലുബിലിറ്റി കുറഞ്ഞാൽ അല്ലെങ്കിൽ കെ എച്ചിന്റെ വാല്യൂ കൂടിയാൽ സോലുബിലിറ്റി കുറയും എന്നുള്ളതിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താം അല്ലേ? കൺക്ലൂഷൻ എന്താണ് കൺക്ലൂഷൻ? ഓക്കെ, നോക്കിയോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. സോലുബിലിറ്റി decreases with increase in value of KH എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് താഴോട്ട് ജസ്റ്റ് എഴുതുക കെ എച്ച് ഇൻക്രീസ്. ഞാൻ മുകളിലോട്ട് അര കൊടുക്കുകയാണ്. അപ്പം സോലുബിലിറ്റി എന്തായിരിക്കും? സോലുബിലിറ്റി ഡിക്രീസസ് ആക്കി. ഇതിനെ ടെമ്പറേച്ചറുമായിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യണേ. ടെമ്പറേച്ചർ കൂടിയാൽ ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോലുബിലിറ്റി കൂടുവോ കുറയോ? ആദിത്യ പറഞ്ഞു. കൂടും.
ടെമ്പറേച്ചർ കൂട്ടിയാൽ സോലിബിലിറ്റി കൂടുന്നതാണോ പറഞ്ഞേ? ടെമ്പറേച്ചർ കൂട്ടിയാൽ സോൾട്ട് കുറയും. കുറയും. കാരണം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ പണ്ട് നമ്മുടെ എൻ്റെ കയ്യിൽ ഗ്യാസ് മറ്റേ സോഡ കുത്തി കയറി കളയാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഉണ്ട് സാർ. അപ്പോൾ അവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയപ്പോൾ അതെന്ത് ചെയ്തു? അതിനകത്ത് സോലിബിലിറ്റി കുറഞ്ഞു. സോലിബിലിറ്റി കുറഞ്ഞപ്പോൾ അത് പുറത്തിറങ്ങി പോകാൻ ശ്രമിച്ചപ്പോൾ സോഡാ കുപ്പി പൊട്ടിത്തെറിച്ചു. അപ്പോൾ സോഡാ കുപ്പി ഒന്നും കൊണ്ട് വെയിലത്ത് വെക്കരുത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനെ മൂന്നിനെയും കൂടെ കണക്ട് ചെയ്തു. അതേപോലെ അടുത്തൊരു ഇതും കൂടെ വരച്ചു. KH ഡിക്രീസ് ചെയ്യുമ്പോൾ സോലുബിലിറ്റി കൂടുകയും ആ സമയത്ത് ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുകയും ചെയ്യും എന്നുള്ളത് ഇവിടെ ഒന്ന് റെപ്രസെന്റ് ചെയ്യും. ദേവനന്ദയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ദേവനന്ദ വൈഷ്ണവി. യെസ് സർ. രണ്ടുപേരും സംസാരിക്കണേ, ഒരാളെ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ദേവനന്ദയാണോ ഇപ്പോൾ റിപ്ലൈ തന്നെ? അല്ല, വൈഷ്ണവി. ഓക്കെ. ദേവനന്ദ ഒന്ന് സംസാരിക്കാമോ? കുഴപ്പമില്ല, നോക്കിക്കോളൂ. ഇനി അടുത്ത ഹെഡിങ് എഴുതേണ്ടത് ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. ഇതും 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എളുപ്പമാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. നമ്മൾ ഇന്ന് ശ്വസിക്കുന്നതിന് കാരണം ഹെൻറി ലോയാണ്. നമ്മൾ ഇന്ന് കുടിക്കുന്ന കാർബണേറ്റഡ് ഡ്രിങ്കിന്റെ കാരണം ഹെൻറീസ് ലോയാണ്. സ്ക്യൂബ ഡൈവിങ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ സ്ക്യൂബ ഡൈവിങ് നമുക്കിപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്, ബീച്ചുള്ള ഡെസ്റ്റിനേഷനിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന സംഭവമാണ് സ്ക്യൂബ ഡൈവിങ്. ആ സ്ക്യൂബ ഡൈവിങ്ങിന്റെ കൺസെപ്റ്റും ഈ ഹെൻറീസ് ലോയുമായിട്ട് ബേസ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം ആലോചിക്കുക. ഒരു സെക്കൻഡ്.